ഇന്നലെ അന്തരിച്ച സഖാവ് പുഷ്പൻ്റെ വിലാപയാത്ര ഇപ്പോൾ തലശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുപാട് പാർട്ടി പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഈ സ്ഥലത്ത് നിന്ന് അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ശരിയാണ്. അരുൺ, പറയൂ, ഈ തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകുമല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയം മുൻപാണ് തലശ്ശേരി ടൗൺ ഹാളിലേക്ക് പുതുക്കുടി പുഷ്പന്റെ മൃതദേഹം എത്തിച്ചേർന്നത്. ഇപ്പോൾ ടൗൺ ഹാളിനകത്തേക്ക്, അതായത് പൊതുദർശനത്തിനായി ഒരുക്കിയ ആ സ്ഥലത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് കോഴിക്കോട് നിന്ന് വിലാപയാത്രയായി ഈ തലശ്ശേരി ടൗൺ ഹാളിലേക്ക് ഈ പുഷ്പന്റെ മൃതദേഹം പുറപ്പെട്ടത്. ഇപ്പോൾ തലശ്ശേരി ടൗൺ ഹാളിനകത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്പീക്കർ എൻ ഷംസീർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ട് CPM-ന്റെ മുതിർന്ന നേതാക്കളൊപ്പം ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ, അതായത് ഒരു സമര പോരാട്ടത്തിലെ മുഖം പാർട്ടി പ്രവർത്തകർക്ക് ആവേശമായിരുന്ന പുഷ്പനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. അതിനിടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അകത്ത് 1 മണിക്കൂറോളം, അതായത് ടൗൺ ഹാളിൽ 1 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാവുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്ന സ്ഥലത്ത് കൂത്തുപറമ്പ് രക്താക്ഷ മണ്ഡപത്തിനടുത്തേക്ക് ഈ മൃതദേഹവുമായി വിലാപയാത്ര പുറപ്പെട്ടു.